ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. ഇത് കുടമെന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് വിഷമാ, കുടമോ വിശേഷമാകും. മതിമുതലായ മഹേന്ദ്രജാലമുണ്ടാവതിന് ഇതുതാൻ കരുവെന്നു കണ്ടിടേണം. ഗുരു ഒരു പടി കൂടി മുന്നോട്ട് നടക്കുകയാണ്. ആശയവ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഒരു ഉദാഹരണവും ഇവിടെ നൽകുന്നു. നാം ഒരു വസ്തുവിനെ കാണുമ്പോൾ ഇത് കുടം എന്ന് പറയുന്നു. ഒരു പേന കാണുമ്പോൾ ഇത് പേന എന്ന് പറയുന്നു. ഇത് ആന, ഇത് മനുഷ്യൻ, ഇത് മരം, ഇങ്ങനെ ഓരോന്നിനെയും ഇത് ചേർത്ത് പറയാറുണ്ട്. ഇത് കുടം എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന പദം ഇത് ആണ്. ഇത് എന്നത് ഇവിടെ കുടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ആന എന്ന് പറയുമ്പോൾ ഇത് ആനയെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്രകാരം ഇത് എന്ന പദം ഏതിനോട് ചേർത്തും പറയാം. എന്നാൽ ഇത് എന്ന് മാത്രം പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുകയില്ല. ഇത് കുടം എന്ന് പറഞ്ഞാൽ ഇത് എന്നത് കുടത്തെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകും. ഇവിടെ ഇത് എന്ന പദം ഏത് നാമത്തോട് ചേർത്തും ഉപയോഗിക്കാം എന്നതിനാൽ ഇതിനെ സർവനാമം എന്ന് പറയുന്നു. ഇത് എന്നത് സാമാന്യമായ അറിവാണ്. കുടം എന്നുള്ളത് വിശേഷമായ അറിവും. സാമാന്യമായ അറിവ് കിട്ടിയത് കൊണ്ട് മാത്രം നമുക്കൊന്നിനെ ശരിയായി മനസ്സിലാക്കാൻ ആകില്ല. കാരണം ഇത് എന്നതിൽ ഒരു അവ്യക്തതയുണ്ട്. കുടം എന്ന് പറഞ്ഞാൽ അവ്യക്തതയില്ല. കേൾക്കുന്ന മാത്രയിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നു. ഇത് എന്നത് വിഷമാ എന്നും പറയുന്നു. ഇത് ഏതിനെയും കാണിക്കാൻ ഉപയോഗിക്കാം. ഇതിലേതും പെടും. എല്ലാം പെടുന്ന ഒന്നിനെ നമുക്കത്ര എളുപ്പം മനസ്സിലാകുകയില്ല. വിശേഷമായ അറിവ് എളുപ്പത്തിൽ ബോധ്യമാവുകയും ചെയ്യും. അതിനാൽ നാം അറിയേണ്ടത് മതി മുതലായ മഹേന്ദ്രജാലം, അതായത് ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം തുടങ്ങി ലോകത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നവ എല്ലാം തന്നെ ഇതിൽ ഉണ്ട്. ഇതിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഇത് ആരാണ്? നമുക്ക് അവ്യക്തമായിരിക്കുന്ന ഇത് കരുവെന്നു കണ്ടിടേണം എന്ന് ഗുരു പറയുന്നു. കരു എന്നാൽ ആത്മാവ്, പരമമായ ചൈതന്യം. ഇത് എന്ന പദം ഇവിടെ ഏതിനെ സൂചിപ്പിക്കാനും ഉപയോഗിക്കാനാകുന്നത് ഇവിടെയെല്ലാം ഇതിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണ്. എന്നാൽ നാം ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. കുടത്തെ മനസ്സിലാക്കുകയും ചെയ്യും. കുടമെന്നത് സ്ഥൂലമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക്, മനസ്സിന്, ബുദ്ധിക്ക് എല്ലാം കാണാൻ കഴിയുന്ന ഒന്നാണ്. എന്നാൽ ഇതിനെയെല്ലാം സൃഷ്ടിച്ച ആദികാരണമായ ഇത് നാം അറിയാതെയും പോകുന്നു. ഗുരു പറയുന്നത് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോകുന്നതിനാണ്. സൂക്ഷ്മ സഞ്ചാരത്തിൽ നമുക്ക് മനസ്സിലാകുന്നു ഇത് എന്നത് ആത്യന്തികമായ ആ സത്യമാണ് എന്ന്.